പൊല്യൂഷൻ മീറ്ററില്ല ഗൈസ്. വയനാട്ടിലേക്കുള്ള യാത്രയിലേക്കാണ് ഗൈസ്. ഇടിയാപ്പള്ളി ടു വയനാട് ബൈക്കിൽ. ഓക്കെ, സോ യു ഫ്രം ദർ. 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് 500 ഫുൾ അടിച്ച് പോവുകയാണ് ഗൈസ്. ഇതാണ് നമ്മളെ കല്ലേരി. കല്ലേരിയിൽ നല്ല അടിപൊളി ഗ്രീനറി ഒക്കെ ഉണ്ട്, അമ്പലമുണ്ട്, നല്ല വൈബാണ്. നല്ലൊരു പുതിയൊരു പാലമുണ്ട്. പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോയി. പിന്നെ ഇവിടുന്ന് ഞാൻ പഴയ ബസ്സിൻ്റെ ഒരു സീന് ക്രിയേറ്റ് ചെയ്ത പഴയ സിനിമയിലൊക്കെ കാണുന്നത്. അത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണേ. സി ഇവിടെ ഇങ്ങനെ ക്യാമറ വെച്ച പണ്ടത്തെ സിനിമയിൽ ബസ് വന്ന് നിൽക്കുന്ന സീന് കിട്ടും. കാണിച്ചില്ല. അങ്ങനെ ബസ്സിൻ്റെ ഷൂട്ടൊക്കെ ചെയ്ത്, കുറച്ച് ഓട്ടോറിക്ഷകളുടെ ഷൂട്ടൊക്കെ ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് വീഡിയോസും പുഴയും തോടും കളിക്കുന്ന സ്ഥലങ്ങളെടുത്ത് മുന്നോട്ട്. അപ്പോഴാണ് മനസ്സിലാക്കിയത് ബൈക്കിന് ബ്രേക്കില്ല. അങ്ങനെ ബ്രേക്ക് കയറ്റാൻ വേണ്ടി ഒരു ഷോപ്പ് കയറി. ഒരു ബംഗാളിയായിരുന്നു വർക്ക്ഷോപ്പിലുള്ളത്. അവൻ ബ്രേക്കൊക്കെ ശരിയാക്കി ഞാൻ മുന്നോട്ടേക്ക് നീങ്ങുകയാണ് ഗൈസ്. അങ്ങനെ ചേലക്കാട് ജംഗ്ഷനിലെത്തി. ചേലക്കാട് ജംഗ്ഷനിൽ നിന്നൊന്ന് വെയിറ്റ് ചെയ്ത് ലോറിയൊക്കെ പാസ് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ബൈക്കിൽ വീണ്ടും യാത്ര തുടർന്നു. ബൈക്കിലുള്ള യാത്ര എനിക്കൊരു വികാരമാണ്. അതുകൊണ്ട് ഒന്നും പറയാനില്ല, ഒന്നൊന്നര വൈബ്. സിറാജുൽ ഹുദ എന്ന് തോന്നുന്നു. സിറാജുൽ ഹുദൻ്റെ AP പള്ളിയാണിത്. നല്ല അടിപൊളി വീഡിയോസൊക്കെ എടുത്ത് ഞാനിങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. നല്ല ഇളം കാറ്റിലൂടെ ഇങ്ങനെ ബൈക്കിൽ റൈഡ് ചെയ്യുമ്പോൾ ഒരു വൈബായിരുന്നു. മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ചൂടും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഗുഡ് ക്ലൈമറ്റ്. അങ്ങനെ ഞാൻ ഒരു ടൗണിലെത്തി. അപ്പം പിന്നെ ചായ കുടിക്കണം എന്നൊരു തോന്നൽ. ഒരു ചായ കുടിക്കാം. ഒരു പൂരി ഒരു പൊറാട്ട. ഒരു പൂരി ഒരു പൊറാട്ട. ബംഗാളിയുള്ള പണിക്ക് അയലക്കറി പൊറാട്ട. പൊറാട്ട ബ്രേക്ക്ഫാസ്റ്റ്. രണ്ട് കണ്ട് ഒരു മീൻകറി ഒരു ചായ. 20. അടിപൊളി ചായ പിടിക്കണ്ട. അവിടെ ഇരുന്ന് കരിക്ക് കുടിക്കുക ഗൈസ്. അടിപൊളി വൈബാണ്. വയനാട് വൈബ്. ഇവിടെ ആദിവാസി കോളനി എല്ലാം ഉണ്ടാ? എടാ നമുക്കെല്ലാം പോകാൻ പറ്റുമോ? നമുക്കെല്ലാം പോകാൻ പറ്റുമോ അങ്ങോട്ടെല്ലാം? ആ മേലോട്ടാ ഇങ്ങോട്ടേക്കാ? അവിടെ പോകാൻ പറ്റുമോ? അതെ ചോദിച്ചു എനക്കാരനോട്ടാണ്. വീഡിയോ നിൽക്കായിരിക്കും പഠിക്കുക. പാമ്പെല്ലാം ഉണ്ടാവോ? ആരാട്ടോ വീഡിയോ ചായ പിടിക്കാൻ എന്തും ഉണ്ടാടാ. സ്ഥലം വേറെ വഴി. കരയ്ക്ക് പിടിക്കുക, വൈബ് ആസ്വദിക്കുക. നല്ല തണുപ്പുണ്ട് ഗൈസ്. വാ വാ വാ. തവളമുട്ട ഗൈസ്, തവളമുട്ട. അങ്ങനെ വെള്ളച്ചാട്ടത്തിൽ നീരാട്ടമൊക്കെ കഴിഞ്ഞ് ഞാൻ ബുള്ളറ്റും എടുത്ത് മുന്നോട്ട് വയനാടിനെ ലക്ഷ്യമിട്ട് നടക്കുകയാണ് ഗൈസ്. അതാ പോകുന്നത് നമ്മൾ
ആനവണ്ടി. ഇത് അവിടെ തൊട്ടടുത്ത് വേറൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അവിടെ നല്ലൊരു ചെറിയ പിടിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പിടിച്ചിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒഴുകിപ്പുള്ള വെള്ളത്തിൻ്റെ സൗണ്ടും. അവിടെ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് മരത്തുമ്പോൾ കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ അത് ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞത് കേട്ടോ. അപ്പോൾ വീണ്ടും വയനാട്ടിലേക്ക് പോകുന്നത്. നല്ല അടിപൊളി ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സീനറിയാണ് ഇത്. ഇതിൻ്റെ ബാക്കിൽ മല ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആനവണ്ടി വീണ്ടും ഞാനൊരു ഡൗൺ ഷോട്ട് വെച്ചു. പക്ഷേ ക്യാമറ ലെൻസ് തുടക്കാൻ മറന്നു ഫോണിൻ്റെ. അതുകൊണ്ട് ക്ലാരിറ്റി ഇല്ല, എന്നാലും ഒരു രാവിലെ പോലെ തോന്നുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. അങ്ങനെ വയനാടിൻ്റെ ചുരത്തിൻ്റെ മുകളിലെത്തിയിട്ട് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന, പക്ഷേ ഇവിടെ മണ്ണിടിയുന്നുണ്ട്. ആ മണ്ണിടിച്ചിൻ്റെ എപ്പോൾ ആൾക്കാർ പോകുന്നതെന്നറിയില്ല, ഷോപ്പെല്ലാം പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ആസ്വദിക്കുന്നവർ അടുത്ത പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ വീണ്ടും ബുള്ളറ്റ് എടുത്ത് നടന്നു. ചാർജ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ ഇരുന്നുണ്ടായിരുന്നു. രാത്രി ചാർജ് ചെയ്യാൻ വന്നു. അപ്പോൾ ഓരോ ചായ സ്പോട്ടിലും ചാർജ് ചെയ്തുകൊണ്ടാണ് പോയത്. അങ്ങനെ വയനാടിൻ്റെ വയ്യോരങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മലയെ പച്ച പുതച്ച വയനാട്ടിലൂടെ ചില സമയങ്ങൾ വേരുകൾ ഡിവോഴ്സ് ആകുമ്പോൾ ഉരുൾപൊട്ടുന്ന വയനാട്ടിലൂടെ ഞാനിതാ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കൊച്ചി പോയ ഡാം പൊട്ടും, വയനാട്ടിൽ പോയ ഉരുൾപൊട്ടും. നമ്മളെ നാട്ടിലൊന്നും പ്രശ്നമല്ല, സുനാമി വന്നാലായിട്ടാണ് പ്രശ്നം. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ അടിപൊളി സീനറിയും വയനാടൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോലീസ് പിടിച്ച്. ഞാൻ ആദ്യമായിട്ടായിരുന്നു ബൈക്കെടുത്ത്. പുക ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ 250 പെറ്റി അടിച്ചു. അപ്പുറം പാർട്ടി കൊണ്ട് 2000 പെറ്റി എടുക്കേണ്ട. വേഗം പുകേൻ്റെ പേപ്പർ എടുത്തോന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഒരു മെയിൻ സ്പോട്ട് ഉണ്ട്, ധാബ പോലെ ഒരു കഫേ. അവിടെ ഈ വയനാടിൻ്റെ ആൻറ്റിക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു കയ്യിൽ മേടിച്ചു. പിന്നെ മസാജിൻ്റെ സാധനം മേടിക്കണം എന്നൊക്കെ വിചാരിച്ച് കണ്ട. പിന്നെ വയനാടിനെ കുറിച്ചുള്ള കുറച്ച് അടിപൊളി സംഭവങ്ങൾ ടൂറിസ്റ്റൊക്കെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് സംഭവം. എൻ്റെ ചാർജ് തീർന്നുകൊണ്ട് ഫ്രണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെ ചാർജ് കുത്തിയിട്ടാണ് ഫോൺ ഓണാക്കിയത്. അപ്പം പശു നെയ്യും അങ്ങനത്തെ സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെയിൻ ധാബ, ഞാൻ എപ്പോഴും പോകുന്ന ഒരു കഫേയാണത്, റീഫ്രഷ് ആവാൻ. പിന്നെ വയനാട്ടിലെ കാപ്പിത്തോട്ടങ്ങളിലൂടെ ഞാൻ മാനന്തവാടി ലക്ഷ്യമിട്ട് നടന്നു. ഞാൻ കോയമ്പത്തൂർ മൈസൂർ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ വയ്യ, പിന്നെ തിരിച്ചു. അപ്പം മാനന്തവാടി വരെ പോയി. ചെറിയ പോക്കറ്റ് റോഡിലൂടെയൊക്കെ ബൈക്കെടുത്തു ഇങ്ങനെ കറങ്ങി. ആരെയും കണ്ട ആദിവാസികളൊക്കെ കണ്ടിട്ടുണ്ട്, ഇൻ്റർവ്യൂ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പോക്കറ്റ് റോഡിലൂടെ എല്ലാം കയറി ഇറങ്ങി. എങ്ങനെ ഇതാ അടിപൊളി വൈബ് റോഡായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇതിലേ ഇറങ്ങി അങ്ങ് ഉള്ളോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ മെയിൻ റോഡുമ്പോൾ തന്നെ തിരിച്ചെത്തി. അപ്പോൾ പിന്നെ മാനന്തവാടി പോകാമെന്ന് വിചാരിച്ച്. സിനിമയിലും പരസ്യങ്ങളൊക്കെ കാണുന്ന ഏലത്തോട്ടമല്ല കാപ്പിത്തോട്ടം. ഇങ്ങനെ പച്ച പുതച്ച ഭൂമിയിലൂടെ ഞാൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. വേരുകൾ തമ്മിൽ പ്രണയിക്കാതിരിക്കുമ്പോൾ മാത്രം ഉരുൾപൊട്ടുന്ന വയനാടും. കൊച്ചി പോയായിരിക്കും ഡാം പൊട്ടും, വയനാട്ടിൽ പോയ ഉരുൾ പൊട്ടും. ഞങ്ങളൊക്കെ സെൻട്രൽ സേഫാണെന്നൊരു തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വയനാട്ടിൽ മാനന്തവാടിയിലേക്ക് റോഡ്. അങ്ങനെ മാനന്തവാടി ചുരത്ത് പോയിട്ട് താമരശ്ശേരി ചുരയില്ല, അവിടെ പോയിട്ടൊരു വീഡിയോയിൽ എടുക്കണം, കുറങ്ങനെല്ലാം കാണുമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ പിന്നെ വേണ്ടെന്ന് വെച്ച് പിന്നെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുൾ മീൽസാണ് ഓർഡർ ചെയ്ത. പക്ഷേ ഞാനൊരു മീൻകറിയും മോരേ കഴിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ അവിടെ തന്നെ വെച്ചു. ഒരു കൊഞ്ചം ഫ്രൈ പറഞ്ഞു, അതൊന്നും വലിയൊരു ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫോണിൽ നോക്കുമ്പം ചാർജില്ല, പൈസ അടക്കാൻ ക്യാഷും ഇല്ല. അങ്ങനെ ഞാനിങ്ങനെ ചാർജർ തപ്പിയൊരു 3-4 പീടിയക്കാരി അങ്ങനെ ചാർജ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സാധനം മേടിച്ചത്, പേ ചെയ്തത്. പിന്നെ ഈ കഫേ കയറി. ഈ കഫേ നല്ല അടിപൊളി കഫേ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ചായയും കട്ട്ലേറ്റൊക്കെ കുടിച്ചു. അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ മേടിച്ചു. അങ്ങനെ ഞാൻ മുന്നോട്ട് നീങ്ങി ഗൈസ്. നല്ല വൈബായിരുന്നു. ആ ഷോപ്പ് കണ്ടിട്ട് ഞാൻ ബൈക്ക് നിർത്തി. എനിക്ക് സ്ഥലം ഓർമ്മയില്ല. തിരിച്ച് അതേ വന്ന ബൈക്ക് തന്നെ തിരിച്ച് വീണ്ടും പോയി. 1.5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വൈതെറ്റിന്ന് മനസ്സിലായി. അങ്ങനെ വീണ്ടും തിരിച്ച് നാട്ടിലോട്ട്. പിന്നെ വയനാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ചെടി മേടിക്കലും മരങ്ങൾ മേടിക്കലൊക്കെ ഫറലാണ്. അപ്പം ഞാൻ ജാതിക്ക, പാഷൻ ഫ്രൂട്ട്, സപ്പോട്ട, ബട്ടർ, കാപ്പീൻ്റെ തൈയൊക്കെ വാങ്ങി ബൈക്കിലേക്കൊക്കെ കെട്ടി. അങ്ങനെ പിന്നെ കുറച്ച് ചോക്ലേറ്റ്, അത് പിന്നെന്താ
പൈനാപ്പിള് മാങ്ങ ഒക്കെ മേടിച്ചു കൊടുത്തു. ഇതാണ് നല്ല മഴക്കാറും ഇതൊക്കെയുള്ള സമയം. പിന്നെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുകൊടുക്കുക കുട്ടികൾക്കും മക്കൾക്കുള്ള നേഴ്സ് മേടിച്ച സംഭവങ്ങൾ. പിന്നെ പണ്ടത്തെ പുളിയച്ചാറ് വെച്ചിരിക്കുക, പുളിയച്ചാറ്. പിന്നെ നെക്സ്റ്റുള്ള പപ്പടം പുളിയച്ചാറ് മുട്ടായും മറ്റേ പുളിയച്ചാറ് മുട്ടായൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ബസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വയനാട് ചുരത്തിൽ വീണ്ടും എത്തി അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഇങ്ങനെ ആനവണ്ടി ഇങ്ങനെ ചീരിപ്പായുന്നുണ്ടായിരുന്നു. ഒരു കൺട്രോളും ഇല്ല, മേടിച്ച് കൈമാറിയിരുന്നു. പിന്നെ ഈ ചേച്ചീൻ്റെ ഇരുന്ന് ഇളനീം മേടിച്ച് 2-3 ഇളനീം കുടിച്ച. ഈ ചേച്ചീൻ്റെ ഇരുന്ന് കുടിച്ചപ്പോൾ മധുരം ഉണ്ടായിരുന്നു, നല്ലൊരു ഇളനീനായിരുന്നു. അപ്പോൾ അയാളോടൊന്ന് മുറിച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ മുറിച്ച് ഞാൻ ഇളനീനൊക്കെ കഴിച്ചു മുന്നോട്ട് പോയി. കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഗായ്സ്. അതുകൊണ്ട് നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അപേക്ഷിക്കുന്നു. പിന്നെ പണ്ടത്തെ നൊസ്റ്റാളജി പമ്പരം 3 മേടിച്ചതായിരുന്നു. പക്ഷെ അത് ബൈക്കിൽ നിന്ന് എവിടെയോ വീണുപോയി, വീട്ടിലെത്തിയിട്ടുണ്ടായി. ഇതായിരുന്നു സംഭവങ്ങൾ. അപ്പം മഴ പെയ്ത് ഞാൻ വയനാട്ടിൽ പോയി ചോക്ലേറ്റ് മേടിക്കുന്നൊരു ചോക്ലേറ്റ് കമ്പനി ഉണ്ട്. അപ്പോൾ അവിടുത്തെ മുന്നിലെത്തിയപ്പോൾ മഴ പെയ്ത് അവിടെ കുറേ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചപ്പോൾ മൊബൈലിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ചോക്ലേറ്റാണ്, ഡാർക്ക് ചോക്ലേറ്റ്, ഒറിജിനൽ ചോക്ലേറ്റ്. ഞാൻ മഴയത്ത് ഇങ്ങനെ ആസ്വദിച്ച് നല്ല വൈബിൽ ഒരല്പം നനഞ്ഞുകൊണ്ട് ഡ്രൈവ് ചെയ്ത്, അതൊരു വൈബായിരുന്നു. അങ്ങനെ ആ മഴയിലൂടെ യാത്രയാണ് ഈ കാണുന്നത്. ആസ്വദിച്ച് വയനാട് ചെറിയ കൈക്കുമ്മലിങ്ങനെ ഇറങ്ങി വരുന്നത് ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പം സംഭവം കുഴപ്പമില്ല, നല്ല വൈബായിരുന്നു. ബൈക്കുകളൊക്കെ ചീറിപ്പായുന്നുണ്ടായിരുന്നു. പിന്നെ എവിടെയോ ഇരുന്നിട്ടൊരു പൊറാട്ടയും ചിക്കൻ 65 കഴിച്ചു. പിന്നെ ഇതാ വീട്ടിലെത്തി ബുള്ളറ്റിൻ്റെ മുകളിൽ ചെടിയും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ കയ്യിൽ മേടിച്ച് കയ്യിലവിടെ എൻ്റെ കൊളത്തി വെച്ച് കഴിഞ്ഞു. 2 മക്കൾ എന്നെ കാത്തിരിക്കുന്ന, ബാപ്പ എന്നാ കൊണ്ടുവന്നത് കുട്ടികൾ എൻ്റെ സാധനം എടുക്കുന്ന തന്നെ വാതാകാരം മൂസിൻ മാങ്ങ അതും പുളിയച്ചാറൊക്കെ അടിക്കുന്നത് ഗൈസ്. അങ്ങനെ വാതുക്കലൊക്കെ വന്നാലിരുന്ന് വൈബടിച്ച്. അപ്പം പിന്നെ കാണാം അടുത്ത വീഡിയോയിൽ. അപ്പം കാണണേ.